തീർച്ചയായിട്ടും എണ്ണയിട്ട യന്ത്രം പോലെ ഈ ഒരു മാസത്തിലും മേലെ ശക്തമായുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഇവിടെ നേടാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമാണ്, മോദി അഭിമാനമാണ്. സുരേഷ് ഗോപിയുടെ ശക്തമായിട്ടുള്ള 5 വർഷത്തെ പ്രവർത്തനം ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലും മൊത്തം ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിൽ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. മന്ത്രിയായി തിരിച്ചു വരികയാണ്, അതിലൊരു സന്തോഷം വലുതാണ്. തൃശൂർക്കാരുടെ ജനപ്രിയ നായകനാണ്. തൃശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ജനങ്ങൾ സുരേഷ് ഗോപിയെ വൻ വിജയത്തോടെ കൂടി വിജയിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ആൾ അതിനുവേണ്ടി പ്രയത്നിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ആളെ മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിക്ക്. വലിയ സന്തോഷത്തിലും എല്ലാം തന്നെയാണ് എല്ലായിടത്തും തന്നെ കാണുന്നത്. പ്രവർത്തകരെല്ലാം തന്നെയും കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഒരു പ്രവർത്തനം അത് തന്നെയാണോ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം? കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം മാത്രമല്ല, അതിനു മുൻപും തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് അക്ഷയണ് ഇവിടെ തന്നെ രംഗത്തുണ്ടായിരുന്നു. തോറ്റപ്പോൾ മാറിപ്പോവല്ലേ ഇത്. തൃശ്ശൂർക്കാർക്ക് വേണ്ടി തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ കാര്യം തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം കഴിഞ്ഞ 10-75 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ ഇത്ര കാലമായി തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രവും കേരളവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ഒന്നിച്ച് കയ്യിൽ കിട്ടിയിട്ട് പോലും ഒരു വികസന പ്രവർത്തനം തൃശ്ശൂരിന്റെ ടൗണിൽ ഉണ്ടായിട്ടില്ല, തൃശ്ശൂരിനും പുറത്തും ഉണ്ടായിട്ടില്ല. അതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയിൽ കൂടെ ഞങ്ങൾക്ക് അതെല്ലാം നേടാൻ പറ്റുമെന്നാണ്. മന്ത്രിമാരുണ്ടെന്നാണ് പറയുന്നത്. മലയാളികൾ കൂടുതൽ മന്ത്രിമാരുണ്ടെന്ന് 2 പേരുണ്ടെന്ന് പറയുന്നു. സുരേഷ് ഗോപി ഞങ്ങളുടെ തൃശ്ശൂരിന്റെ എംപിയും അതോടൊപ്പം ജോർജ് കുര്യനും പണ്ടേ തന്നെ BJP ഉണ്ടായിരുന്ന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനും മറ്റുമായിരുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹനാണ്. എന്താ ഇരട്ടി മധുരം, കേരളീയർക്ക് ഇരട്ടി മധുരം. പ്രതീക്ഷയുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, പല മറ്റേ അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നു, 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 2ാം സ്ഥാനത്തും പ്രധാന ഇതായിട്ട് തന്നെ BJP നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വൻ മുന്നേറ്റം നടത്താൻ BJP കൊണ്ട് സാധിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്ത്രീ വോട്ടർമാരുടെ ഒരു വല്ലാത്ത പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ MP സുരേഷ് ഏട്ടൻ തന്നെ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം നിർബന്ധം ഉണ്ടായിരുന്നു. 2 വർഷക്കാലം ഞങ്ങൾ ഒരുപാട്, അതായത് 19 തൊട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. ഒരു സിനിമാ നടൻ എന്ന ലെവലിൽ മാത്രമല്ല, ഞങ്ങൾ വളരെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന ലെവലിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത്.